എടാ അരുണേ, എടാ എനിക്ക് 2000 രൂപ വായ്പ വരുമോ? അതെടാ എനിക്ക് തീരെ സുഖല്ലേ, ചിക്കൻ ബോക്സ് ആടാ. ആയിക്കോട്ടെ, ഈ നമ്പറിലേക്ക് അയച്ചോ. എടാ പിന്നെ തീരെ സുഖയിലാണ് കിടക്കടാ, കാലിന് കല്ല് വീണിട്ട്. എടാ എൻ്റെ ഒരു 1000 രൂപ എടുക്കാണ്ടാവോ? അയ്യോ ലിപ്സ്റ്റിക്കൊക്കെ തീർന്നല്ലോ, ഇനിയിപ്പോൾ അതെങ്ങനെ വാങ്ങുക? ഇതിനാണ് 1500 രൂപ ഉണ്ടല്ലോ. നോക്കട്ടെ, ഒരുത്തനെ വിളിച്ചു നോക്കാം. ഹലോ സുജേഷേ, എന്തൊക്കെയുണ്ട്? ഇന്നലത്തെ ഫോട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നലെ ഇട്ടത് സൂപ്പറായിരുന്നു. പിന്നെ നമ്മളിതുവരെ കണ്ടില്ലല്ലോ, നമുക്കൊന്ന് കാണണ്ടേ? ഞാൻ റെഡിയാ. പിന്നെ ഞാൻ ഇപ്പം എന്താ വിളിച്ചത്, എനിക്കൊരു 5000 രൂപ കടം തരുമോ? അടുത്ത ആഴ്ച തരാം. എന്താറിയോ, എനിക്ക് കുറച്ചേ ഇവിടെ ഒരു പൈസ കൊടുക്കാണ്ടിരുന്നു. വേഗം കിട്ടും. ആയിക്കോട്ടെ, ഈ നമ്പറിലേക്ക് അയച്ചാൽ മതി. ഓക്കെ, എന്നാ കാണാട്ടോ. കാണണോ? 5000 രൂപ കിട്ടി. അല്ല മല്ലികേച്ചി, നിങ്ങളിവിടെ ഇരിക്കുക, അത് റെഡി ആയിക്കില്ല? റെഡി ആവാനോ? ഏടെ പോകാനോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞനെ കാണാൻ പോകുന്ന കാര്യം? അതിൻ്റെ ഒടി എന്നോട് മറന്നുപോയി. പിന്നല്ലേ ഞാൻ എന്ത് ചെയ്യുന്നു എന്നോട് പറയാൻ വന്നിത്? ഫോണെന്നാല് അടിച്ചോണ്ടിരിക്കാന് കൊറേ നേരം കോള് വരുന്നു, ഒന്ന് എടുത്തു നോക്കി. അതത്ര അത്യാവശ്യമൊന്നല്ലേ, ഓരോ ചെക്കന്മാര് വിളിക്കുക. ചെക്കന്മാരോ? ചെക്കന്മാരെ നിങ്ങളെ വിളിക്കുന്നേ? ഞാൻ പൈസ കടം വാങ്ങിയവരാണേ. പൈസ കടം വാങ്ങി തിരിച്ചു കൊടുക്കണ്ട? ആര് തിരിച്ചു കൊടുക്കണേ? ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ട ചെക്കന്മാരാ, കേട്ടാൽ അറിയും കൂടിയില്ല. ഞാൻ പൈസ വയ്ക്കുമ്പോഴേക്കും ഒരാഴ്ച നിൽക്കണോ? എനിക്ക് വേറെ പണിയൊന്നുമില്ല. അല്ല മല്ലികേച്ചി, നാട്ടുകാരായാലും കൂട്ടുകാരായാലും ഇനിയിപ്പോ ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ട കമ്പനിക്കാരായാലും വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണം വരിക നമ്മൾ കാണിക്കണ്ടേ? നാളെ പങ്കക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസവഞ്ചന കാണിക്കുന്ന നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരും, അത് നിങ്ങൾ ഓർത്താൽ നന്നു.